നിലനിൽക്കുന്ന ആചാരങ്ങളിൽ തന്നെ പിടിച്ചു നിന്നാൽ എങ്ങനെയാണ് ഒരു സാമൂഹ്യമായ ഒരു മുന്നേറ്റം സാധ്യമാകുക? അങ്ങനെയല്ലല്ലോ ചരിത്രം വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് നമ്മൾ നടത്തിയ ഈ ശബരിമല എന്നുള്ള വിഷയത്തെ, സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയത്തെ ഒരു നവോത്ഥാനത്തിന്റെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോർമേഷൻ എന്ന ആംഗിളിൽ, ഒരു മാറ്റത്തിന്റെ ആംഗിളിൽ കാണാൻ സാധിക്കുന്നില്ല, കാണരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. ഹിന്ദു മതത്തിലുണ്ടായിരുന്ന കുറേയധികം ദുരാചാരങ്ങളെ സ്വയം പരിഷ്കരിച്ചിട്ടുള്ള ഒരു മതമാണ്, ഒരു സെൽഫ് ക്ലീനിങ് മതമാണ്. കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഈ മതം തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ടാകും. ഇപ്പം എല്ലാവരും ആരോപിക്കുന്ന ഒന്നാണ് സതി, അല്ലേ? സതി വലിയ അനാചാരമാണ്, മറ്റാണ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അന്ന് മാറ്റങ്ങൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ക്ലെൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം. അത്രത്തോളം റിഫർമേഷൻസ് ഉള്ള മറ്റൊരു മതം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം അത് അതിലുള്ള തെറ്റുകൾ തിരുത്തുന്നുണ്ട്, ആചാരപരമായിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക നിരീക്ഷകനാണ് ശ്രീജിത്ത് പണിക്കർ. സ്വയം ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്നാണ് ശ്രീജിത്ത് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും പ്രോ ഹിന്ദുത്വ അല്ലെങ്കിൽ പ്രോ സംഘപരിവാർ കാഴ്ചപ്പാടുകളുമായി ഒത്തുചേരുന്നതാണ്. മറ്റു മതത്തിലെ അന്ധവിശ്വാസങ്ങളെ പരിഹസിക്കാനും ട്രോളുവാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കരെ തൻ്റെ ചക്കര അന്ധവിശ്വാസങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ തൻ്റെ വാക് സാമർത്ഥ്യവും വാക് ചാരുദ്വര്യവും ഉപയോഗിക്കുന്നതാണ് നാം എപ്പോഴും കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിലും തൻ്റെ ചക്കര മതത്തിലെ അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില യുക്തികൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഹിന്ദുമതത്തെ ഡിഫെൻഡ് ചെയ്യുന്ന എല്ലാ ആളുകളും പറയുന്ന ഒരു വാദമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ സ്വയം പരിഷ്കരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വയം നവീകരിക്കുന്ന ഒരു മതമാണ് എന്നും അതിലുള്ള എല്ലാ അനാചാരങ്ങളെയും സ്വയം പരിഷ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. സത്യത്തിൽ ഇന്നിവർ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും ആ ഹിന്ദുമതം ഉണ്ടായ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത് നിരോധിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ വളരെ മികച്ച ആചാരങ്ങളായി തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് ആധുനിക സമൂഹം ചില മൂല്യങ്ങൾ സ്വായത്തമാക്കിയതിന്റെ ഭാഗമായി ആ ആധുനിക സമൂഹത്തിൽ വളർന്നു വന്ന ആളുകൾ